ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ ജയിൽ മോചിതനായി. കൊല്ലം വിജിലൻസ് കോടതി സുധീഷിന് ജാമ്യം അനുവദിച്ചിരുന്നു. കേസിൽ ജയിൽ മോചിതനാകുന്ന മൂന്നാമത്തെയാളാണ് സുധീഷ് കുമാർ. സിജോ വി ജോൺ ചേരുന്നുണ്ട്. സിജോ, എപ്പോഴാണ് ജയിൽ മോചിതനായത്? സുധീഷ് കുമാറിന്റെ പ്രതികരണമുണ്ടോ? സുധീഷ് കുമാർ പ്രതികരിച്ചിട്ടില്ല. പ്രതികരണങ്ങൾ ഉൾപ്പെടെ നടത്തുന്നതിന് ജാമ്യ വ്യവസ്ഥയിൽ നടത്തരുത് എന്നുള്ള ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരം സാഹചര്യത്തിൽ മറ്റു പ്രതികരണങ്ങളില്ല. 6 മണിക്കൂർ മുമ്പാണ് സുധീഷ് കുമാർ ജയിൽ മോചിതനാകുകയും ചെയ്തിരിക്കുന്നത്. ശബരിമലയിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് സുധീഷ് കുമാർ. ഈ ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തു വിടാൻ വേണ്ടി തീരുമാനങ്ങൾ എടുത്തു എന്നതായിരുന്നു സുധീഷ് കുമാറിന്റെ പേരിലുള്ള കുറ്റം. ഇതിനായി രേഖകളിൽ സ്വർണത്തെ ചെമ്പെന്ന് രേഖപ്പെടുത്തുകയെന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. അത്തരം ഒരു സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ 31 സുധീഷ് കുമാറിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നത്. പിന്നീട് വിവിധ കോടതികളിൽ ജാമ്യാപേക്ഷയുമായി സമീപിച്ചിരുന്നെങ്കിലും അതെല്ലാം തള്ളുകയാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലായി 90 ദിവസം പൂർത്തിയായത്. ഇതിനെ തുടർന്ന് സ്വാഭാവിക ജാമ്യം, അതായത് ഒരു കേസിൽ അറസ്റ്റിലായി കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ 90 ദിവസത്തിന് ശേഷം കോടതി ജാമ്യം അനുവദിക്കാറുണ്ട്. അത്തരത്തിൽ ജാമ്യാപേക്ഷയുമായി കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചത്. ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി സുധീഷ് കുമാറിന് ജാമ്യം അനുവദിച്ചു. അതിന് പിന്നാലെയാണ് ഇന്ന് വൈകിട്ടോടുകൂടി ജയിൽ മോചിതനായത്. ശരി, സിജോ വിജോണാണ് വിശദാംശം നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ